എന്താണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം? ഒരു ബില്ലിൻ്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട് ഇരുസഭകളും വ്യത്യസ്ത നിലപാടെടുക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനായി ആർട്ടിക്കിൾ 108 പ്രകാരം രാഷ്ട്രപതി ഇരുസഭകളെയും വിളിച്ചു ചേർക്കുന്ന സമ്മേളനമാണ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറായിരിക്കും. ലോക്സഭാ സ്പീക്കറിൻ്റെ അഭാവത്തിൽ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ അഭാവത്തിൽ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്. രാജ്യസഭാ ചെയർമാൻ അഥവാ ഉപരാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ലാത്തതിനാൽ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കാൻ സാധിക്കില്ല. സംയുക്ത സമ്മേളനത്തിൻ്റെ ക്വോറം രണ്ട് സഭകളിലെയും അംഗങ്ങളുടെ 1/10 മണി ബിൽ, ഭരണഘടനാ ഭേദഗതി ബിൽ എന്നിവ ഈ സമ്മേളനത്തിൽ പാസാക്കാൻ കഴിയില്ല. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് ഈ ആശയം കടമെടുത്തത്. പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആകെ 3 തവണ മാത്രമാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. ആദ്യമായി വിളിച്ചു ചേർക്കപ്പെട്ടത് 1961 മെയ് 6-നാണ്. സ്ത്രീധന നിരോധന ബില്ലുമായി ബന്ധപ്പെട്ടാണ് അന്ന് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത്. അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, സ്പീക്കർ അഥവാ അധ്യക്ഷൻ എം അനന്തശയനമായിരുന്നു. രണ്ടാമതായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് 1978 മെയ് 16. ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് സമ്മേളനം വിളിച്ചു ചേർത്തത്. മൂന്നാമതും അവസാനവുമായി പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് പ്രിവൻഷൻ ഓഫ് ടെററിസം ആക്ടുമായി ബന്ധപ്പെട്ട് 2002 മാർച്ച് 26-നായിരുന്നു.